ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്ത് സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ ഒരു റെസിപ്പി ഇടാം, നാളെ ഇടാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണേ. പിന്നീട് എന്താ, ഇന്ന് പിന്നെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ. നമുക്ക് ഈ നമ്മുടെ ഈ കാലുകളൊക്കെ വെടിച്ച് കയറത്തില്ലേ. അപ്പോൾ എനിക്കെന്തോ അതിന് ഞാൻ മരുന്ന് തേച്ചു, എനിക്കിങ്ങനെ വന്നായിരുന്നു, തേച്ചു. അപ്പോൾ എൻ്റെ കാലിൻ്റെ വെള്ളയുടെ അവിടെ നമ്മൾ നടക്കുന്ന പാദം ഉണ്ടല്ലേ, അവിടെ ഒരു ഇത് വന്നു. അപ്പോൾ എനിക്കത് നടക്കാൻ ഇന്നലെ വൈകിട്ട് തൊട്ട് നടക്കാനായിട്ട് ഭയങ്കര പ്രയാസം. ഇന്ന് രാവിലെ റീച്ചാനും പോയി. പോൾമോൻ ഒരു മിനിറ്റ്, പോൾമോന് എക്സാം ആയിരുന്നു. അപ്പോൾ പ്രൈസമ്മോനെ കൊണ്ടുവിടാൻ നേരം ഡാഡി ഇടയ്ക്കൊക്കെ അങ്ങനെ പോവും കൊച്ചിനെ വിടാനായിട്ട്. കാരണം ഒന്ന് നടക്കാനെന്നുള്ള രീതിയിൽ ഗേറ്റ് വരെ പോകുമായിരുന്നു. അപ്പോൾ ഇന്ന് നേരം ഡാഡി പറയുന്നാൽ എനിക്കാണെങ്കിൽ എന്തിയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഈ കാലിൻ്റെ വെള്ള അങ്ങോട്ട് ഉറപ്പിക്കാതെ നടക്കുമ്പോൾ ഒരു പ്രയാസം. അപ്പോൾ ഡാഡി പറഞ്ഞാൽ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ പോയി കുറച്ച് കഴിഞ്ഞുകൊണ്ടേ എനിക്ക് എൻ്റെ മൊബൈലിലൊരു ഫോൺ വന്നു. അപ്പോൾ ഞാൻ അറിയാൻ വയ്യാത്ത ആരുടെയെങ്കിലും നമ്പർ അത് ഞാൻ എടുക്കാമല്ലോ. പക്ഷേ ഇന്ന് അങ്ങ് എടുത്തോണ്ട് ഇൻഗേറ്റിലെ വാച്ച്മാനാണ് ദാണ്ടെ കൊച്ചിനെ കൊണ്ടുവിടാൻ വന്ന ആ ദാദാജി, മീൻസ് അപ്പം അങ്കിൾ എന്നുള്ള രീതിയിൽ വൊമിറ്റ് ചെയ്തു. അയ്യോ, ഞാനിവിടെ നിന്ന് പെട്ടെന്ന് കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചേക്കുന്നു, അതൊന്നും ഓർത്തില്ല. പെട്ടെന്ന് ചാവി എടുത്തോണ്ട് ഒറ്റ ഓട്ടം. എൻ്റെ കാലിൻ്റെ വേദന എന്തിയെന്നറിയത്തില്ല. ഞാനിവിടുന്ന് പാഞ്ഞ് അവിടെ ചെന്നോണ്ടേ അവിടെ ചേറെ ഇരിപ്പെടുന്നപ്പോൾ നോക്കിയുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഇതായിട്ടൊന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഛർദ്ദിച്ചു, എന്തിനാ വരാൻ പോയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാരമില്ല. അങ്ങനെ ഇച്ചിരി നേരം നടന്ന് ഞാൻ ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ട് എടുത്ത് പറഞ്ഞു എന്നെ കയ്യിൽ പിടിക്കണ്ട, സാരമില്ലെന്ന് പറഞ്ഞു. ഡോണ്ട് വറി, ഐ വിൽ മാനേജ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചു. ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ പിടിച്ചോളാം, അത് പിള്ളേരത് ഞാൻ വിട്ടേനെ അറിയാം, ഞാൻ പിടിച്ചോളാം. ഇനി ഇവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങിന് അടുത്ത് വന്നിട്ട് വീണ്ടും ഞാൻ പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേന്ന്. അപ്പോൾ ഒരു വല്ലാതൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഇരുന്ന് അന്നേരം വീണ്ടും വൊമിറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ വാച്ചവൻ വന്ന് അവിടെ എല്ലാം 9C വിങ്ങിലായിരുന്നു. എനിക്കങ്ങോട്ട് ടെൻഷൻ. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ റീച്ചാനെ വിളിച്ച് പറഞ്ഞു, റീച്ച അപ്പോൾ ഞാൻ അവിടെ വെച്ച് റീച്ചാനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ. അപ്പോൾ റീച്ചാൻ പറഞ്ഞാൽ നാരങ്ങ വെള്ളവും അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. നല്ല വീണ്ടും ഛർദ്ദിച്ചു. റീച്ച എളുപ്പം വന്ന് എന്നെ കൊണ്ട് വരയ്ക്കാനും തുടങ്ങി. അപ്പോൾ അവിടുന്ന് പിന്നെ കച്ചറയൊക്കെ എടുക്കുന്നവർ വെള്ളമൊക്കെ കൊണ്ടൊഴിച്ച് കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ടുതന്നു. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു വീണ്ടും പ്രാവശ്യം കൊണ്ട് ഛർദ്ദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ കട്ടിലെ തന്നെ ഇരിക്കുക, എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കും. എന്നിട്ട് പിന്നെ വന്നപ്പോഴത്തേക്കും ഈ ചരുവത്തിലെ വെള്ളം പകുതിയായി. കാരണം അതുപോലും ഓഫാക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് റീച്ചാപ്പോഴത്തേനും വന്നു, നാരങ്ങ വെള്ളം കൊടുത്തു. ഡോക്ടറെ വിളിച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വോമിറ്റിങ്ങിൻ്റെ ഒരു മെഡിസിൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കൊടുത്ത് പിന്നെ കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞു എന്തോ പറ്റി എന്നാണ് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ നേരം ഒരു അനീസിന്. അപ്പം എൻ്റെ ഡാഡി എന്നാ പറയാൻ വയ്യായിരുന്നോ, എന്തെങ്കിലും തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ. ഭയങ്കര ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് ചൂടിൻ്റെ ആയിരിക്കാം എന്തുവാന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അയ്യോ, അത് കഴിഞ്ഞിട്ട് എൻ്റെ കാലിൻ്റെയും കൂടെ ഞാൻ ചിന്തിക്കുന്നത് എന്തോ എങ്ങനെ ഞാൻ അവിടെ വരെ പറന്നെത്തിയെന്ന് അറിയത്തില്ല, ഗേറ്റിൻ്റെ അവിടെ വരെ. എന്തോ ദൈവം സഹായിച്ച ദൈവമേ. പിന്നെ വന്ന് പിന്നെ 12:30 വരെ ഞാൻ ഡാഡിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, റീച്ചാൻ വരുന്നിടം വരെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കുന്നേ, ബാക്കി വന്ന മാവിൻ്റെ അകത്ത് ഇച്ചിരി ആ വെള്ളത്തിൻ്റെ അകത്തേ ഉപ്പൊക്കെ ഇട്ടതൊന്ന് കലക്കി എടുക്കട്ടെ. അപ്പോൾ ചായക്ക് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ദോശയും കൂടെ ഒന്ന് ചൂടട്ടെ. ദോശയുടെ കൂടെ കടലക്കറിയാണ്. അപ്പം കടലക്കറിക്ക് ഇനിയും കടുകൂടൊന്ന് വറക്കണം. അപ്പോൾ അവിടെ ചായയുടെ തേയിലവെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് പാലോട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കി അവന്മാർക്ക് ഇപ്പം പാൽ പ്ലെയിനായിട്ട് കൊടുക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ കടലയ്ക്ക് കടുകും വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞ് ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്ത്
പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കടലക്കറിയും ദോശയും. അപ്പോൾ അവന് ടിഫിൻ കൊണ്ടുപോകാൻ ബാക്കി മാവുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇച്ചിരി ക്യാരറ്റ് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തില്ല പന്നിയാരം പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അത് അവന് ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇച്ചിരി കാണാൻ വെജിറ്റബിൾസ് കൂടെ ഒന്ന് വിതറി കൊടുക്കും. ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവനിഷ്ടം. അവൻ സന്തോഷത്തോടെ കൊണ്ടുപോകും. എന്തെങ്കിലും ഇച്ചിരി മുട്ടയുടെ അംശം കാണാൻ ഞാൻ ചപ്പാത്തിക്കകത്ത് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവന് ഭയങ്കര, കാരണം അവന് അതിഷ്ടമാണ്. പക്ഷേ അടുത്തിരിക്കുന്നവരെ പേടിച്ച് എന്നാൽ അവരാരും അങ്ങനെ ഇങ്ങനെ ചോദിക്കത്തേ ഉള്ളൂ, നീ നോൺ വെജ് ആണോ കൊണ്ടുവന്നേന്ന് മാത്രം ചോദിക്കത്തേ ഉള്ളൂ. ഈ ചെറുക്കന് പേടിയാണ്. ഞാൻ പറയാം, നീ എന്തിനാ പേടിക്കുന്നത്, ഞാൻ നോൺ വെജാണ് കൊണ്ടുവന്നതെന്നങ്ങ് പറയണം. അപ്പോൾ അവർ പിന്നെ അങ്ങ് മാറിയിരിക്കുമോ എന്തോന്ന് വെച്ചാൽ അവർ പിന്നെ കഴിക്കാൻ വരും. ഇവർ ഈ ഷെയർ ചെയ്യുമല്ലേ, അതാ കുഴപ്പം. അപ്പം നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് ആണെന്ന് പറയാം. അപ്പോൾ അവർ വന്ന് കഴിക്കത്തില്ല. നീ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ എനിക്കും ഇത് ഇഷ്ടമായിട്ടത്. ആ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി സൈഡിൽ ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നടുക്കത്തെ പെട്ടെന്നങ്ങാവും, സൈഡിലത്തേനേക്കായി നടുക്കല്ലേ തീ കിട്ടുന്നത്. അതുകൊണ്ട് അതങ്ങ് പെട്ടെന്നങ്ങ് തിരിച്ചിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ദിവസവും നമ്മൾ എന്തുവാ ഈ ബ്രേക്ക്ഫാസ്റ്റ്, അത് എല്ലാം ഈ പിള്ളേർ കഴിക്കുമായിരുന്നെങ്കിൽ നമുക്ക് അത്രയും കുഴപ്പമില്ല. ഇതിപ്പോൾ അവന്മാർക്കന്ന് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയില്ലേ, കലത്തപ്പം പോലെ, അത് പിന്നെ അതിൻ്റേതായ ചേരുവകൾ ചേർത്താലേ അതിനൊരു രസം വരത്തുള്ളൂ. അതുപോലെ ലാപ്സിയും കൊണ്ടുള്ളതാണേലും ഇതൊക്കെ ഈ നട്ട്സുകളൊന്നും ഇടുന്നത് അവന്മാർക്ക് ഇഷ്ടമല്ല. അതൊക്കെ നട്ട്സൊക്കെ ഉണ്ടെങ്കിലേ അത് കഴിക്കാനൊരു രസമുള്ളൂ. അവന്മാർക്ക് എപ്പോഴും നൂഡിൽസും മാഗിയും പിന്നെ പാസ്തയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമോ, അതിഷ്ടമാണ്. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡ് കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ പ്രൈസറിൻ്റെ ടിഫിനെല്ലാം തയ്യാറാക്കി വെള്ളവും എല്ലാം എടുത്ത് ബാഗി വെച്ചു. അവന് പോകാൻ കുറച്ചുകൂടെ സമയമുണ്ട്. അവനോട് ഞാൻ കുറേ നേരം കൊണ്ട് ടൈം ടേബിൾ എടുത്തോടാന്നൊക്കെ ചോദിച്ചോണ്ടേ ഇവനെ ചിലപ്പം നമ്മൾ അടുത്ത് നിൽക്കുവാണെങ്കിൽ ഇവൻ ചിലതൊക്കെ മിസ് ചെയ്യും. അപ്പോൾ അവനവിടെ ഇരുന്ന് മൊബൈൽ കണ്ടുകൊണ്ട് കിടക്കുക. പ്രൈസൻ എണീറ്റേ, സമയമാവുന്ന. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ വിരിച്ച ഷീറ്റാണ്, അതിൽ കയറി കിടന്ന് ഇനി ഇട്ട് മറിക്കാതിരിക്കാൻ പറഞ്ഞില്ലേ. ഇപ്പം എത്രാമത്തെ പ്രാവശ്യമാണ് ഞാൻ വിരിക്കുന്നത്? ചേറെ ഇരി. ടൈം ടേബിൾ എല്ലാം എടുത്തല്ലേ? ഞാൻ കുറേ പ്രാവശ്യം കൊണ്ട് ഞാൻ പറഞ്ഞു. എന്നാ എണീര്, ഡ്രസ്സ് ഇടാൻ പാ. ഈ ചേര കിടക്കുന്നത് പോളിൻ്റെ ഏതാ അത്? പിന്നെ ഞാൻ വന്ന് കച്ചടയൊക്കെ എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ ഇനി ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇങ്ങനെ കവർ ഇടണം. ഒരെണ്ണത്തിൻ്റെ അകത്ത് ഡ്രൈയും ഒരെണ്ണത്തിൻ്റെ അകത്ത് വെറ്റും ഇടേണ്ടത്. അപ്പോൾ വെറ്റിൻ്റെ അകത്ത് ഞാനിപ്പം അതിൻ്റെ അകത്ത് കവറൊക്കെ എടുത്തൊന്ന് ഇടട്ടെ, ആ തൈലിയൊക്കെ. അത് കഴിഞ്ഞ് തുണിയൊക്കെ ഇട്ട് ബാക്കി തുണികളവിടെ മാറ്റി വെച്ചിട്ടുള്ളൂ. സ്ഥലമില്ലായിരുന്നു. എന്നിട്ട് കുടിക്കാനൊക്കെ വെള്ളമുള്ളത് ക്യാനി ഒഴിച്ച് വെക്കണം. പിന്നെ വെള്ളം തിളപ്പിക്കണം, ബോട്ടിലുകളിലൂടെ നിറച്ചങ്ങ് എടുക്കണം. കാരണം വെള്ളം എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും ബോട്ടുകളിലൊക്കെ ഒന്ന് നിറയ്ക്കട്ടെ. അപ്പോൾ ഞാൻ ജനലിൻ്റെ അവിടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് കേൾക്കാം കാക്കകൾ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ എന്തോ അതൊന്നും ജനലിൻ്റെ അവിടെ നോക്കാൻ പോയി. കാക്കകളെയൊക്കെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് നോക്കിയോണ്ടേ അവിടെ അപ്പുറത്തൊരു പിന്നെ ഗ്രില്ലിൻ്റെ അവിടെ കിലുകിലാ എല്ലാം കൂടെ എന്തുവാ ചലയ്ക്കുന്നത്, എന്തോ താഴെയുണ്ട്. അയ്യോ, ആ കാക്കയുടെ വായിൽ ഒരു കിളിയോ എന്തോ ഉണ്ട്. ദൈവമേ, അയാളുടെ കാലിൽ കുപ്പിച്ചില്ല കണ്ടുകൊണ്ട്.
ഞാൻ ചിന്തിച്ച് ഗ്രില്ല് വീഴുവാന്ന്. പാവം. ആ വീട് അടച്ചിട്ടേക്കുന്ന വീടാ. എന്തോ പണിക്ക് ആ ഒരു മനുഷ്യൻ വന്നയാ. ഞാൻ ചിന്തിച്ച് കിലോന്നൊരു സൗണ്ട് കേട്ടോ. അവിടെ കണ്ട് ഇനി ആ ജനൽ മാറ്റുവാന്നൊന്നും എനിക്കറിയത്തില്ല. കുപ്പിച്ചില്ലേലാ ഗ്ലാസ്സിലാ അയാൾ ചവിട്ടിയാ. ഞാൻ ചിന്തിച്ചു ഗ്രില്ല് ഇനിയും വീഴുവാന്നോ. അയാളും അങ്ങ് പേടിച്ചു പോയി. ഓ, എൻ്റെ ജീവൻ പോയെന്നുള്ളയാ. കഷ്ടമേ ഓരോരുത്തർ ജീവിക്കാനേ. അപ്പോൾ ഒരു സാമ്പാർ വയ്ക്കാമെന്ന് വെച്ച്. ഇന്ന് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടിയും പുളിവെള്ളവും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 2-3 വിസിലങ്ങ് അടിച്ചെടുക്കും. എന്നിട്ട് ലാസ്റ്റിൽ കടുകൂട വറുത്ത്. ഇന്ന് പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് കടുകൂട വറുത്തെടുക്കാം. അപ്പോൾ സാമ്പാർ അവിടെ വിസിലൊക്കെ വരട്ടെ. ആ നേരം കൊണ്ട് തുണികൾ വിരിക്കാം. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ അനു വരും. അത് കഴിഞ്ഞ് ആ സമയത്ത് അനു വരുമ്പോഴാണ് പിന്നെ ഫോൺ വിളി അമ്മയ്ക്കൊക്കെ. കുറച്ച് സാധനം വാങ്ങിച്ച സവാള 2 കിലോ 80 രൂപ, പൊട്ടറ്റോ 30 രൂപ കിലോ, ഈ പൂഞ്ഞാണി തേങ്ങ 35 രൂപ ഒരെണ്ണം, 3 എണ്ണം, പഞ്ചസാര 46, വെളുത്തുള്ളി 100, 1/4 കിലോ 50, 1/2 കിലോ, 1/2 കിലോ ഉണ്ടോ നോക്കണമല്ലോ. പിന്നെ ഉപ്പ് 30, വെളുത്തുള്ളി ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.